ലോകകപ്പിന്റെ ആവേശങ്ങൾ വാനോളം ഉയരുമ്പോൾ ആരാധകർ അടങ്ങാത്ത ആവേശത്തോടെ തങ്ങളുടെ ടീമിന്റെ മത്സരത്തിനായി കാത്തിരിക്കുകയാണ്. 48 രാജ്യങ്ങളും ഒരേ ലക്ഷ്യത്തിനായി വടക്കേ അമേരിക്കയിലേക്ക് ഓൾറെഡി പറന്നു കഴിഞ്ഞു. ജൂൺ 11 അവർ പന്ത് തട്ടി തുടങ്ങും. ഒരു ടീമിന്റെ ജയപരാജയങ്ങളിൽ മധ്യനിര വഹിക്കുന്ന പങ്ക് ഞാൻ എടുത്തു പറയേണ്ട ആവശ്യമില്ലല്ലോ. പ്രമുഖ മാധ്യമങ്ങളുടെ റിപ്പോർട്ട് പ്രകാരം ഇത്തവണ ലോകകപ്പിൽ ഏറ്റവും ശക്തനായ മധ്യനിര ആരുടേതാണെന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ പരിശോധിക്കാം. മധ്യനിരയുടെ കാര്യത്തിൽ യൂറോപ്യൻ രാജാക്കന്മാരായ സ്പെയിൻ തന്നെയാണ് മുന്നിൽ നിൽക്കുന്നത്. സ്പാനിഷ് ഫുട്ബോളിന്റെ DNA അതൊന്നും പന്തടക്കത്തിലാണ് അധിഷ്ഠമായിരിക്കുന്നത്. എതിരാളികളെ വട്ടം കറക്കുന്ന കളിശൈലി സ്പെയിൻ പടക്കെന്നും ഒരു ഹരമാണ്. കളിയുടെ എല്ലാ നിയന്ത്രണവും മധ്യനിരയിലേക്ക് ചുരുങ്ങുമ്പോൾ ഒരു കാര്യം ഉറപ്പ് തന്നെയാണ്, മധ്യനിരയുടെ കാര്യത്തിൽ സ്പെയിൻ തന്നെയാണ് വില്ലന്മാർ. എതിർ ടീമിന്റെ എത്ര കടുത്ത പ്രതിരോധ പൂട്ടിനെയും തകർക്കാൻ പാകത്തിലുള്ള പാസിംഗ് ശൈലിയാണ് സ്പാനിഷ് മിഡ്ഫീൽഡിന്റെ പ്രധാന സവിശേഷത. ബാർസലോണയുടെ സൂപ്പർ താരം പെഡ്രിയാണ് സ്പാനിഷ് മിഡ്ഫീൽഡിന്റെ പ്രധാന എഡ്ജ്. എതിരാളികളെ ഒട്ടും പ്രതീക്ഷിക്കാത്ത കോണുകളിലേക്ക് പന്തെത്തിക്കാനും കളിയുടെ നിയന്ത്രണം എപ്പോഴും സ്പെയിനിന്റെ കൈകളിൽ തന്നെ വെക്കാനും പെഡ്രിക്ക് സാധിക്കുന്നു. കളിയിലെ ടാക്ടിക്കൽ കൺട്രോൾ പൂർണ്ണമായും പെഡ്രിയുടെ കാലുകളിലാണ്. മധ്യനിരക്ക് കൃത്യമായ ഒരു കാവൽക്കാരനായി പ്രവർത്തിക്കുന്ന താരമാണ് മാർട്ടിൻ സുബിമെൻഡി. പ്രതിരോധ നിരക്ക് തൊട്ടു മുന്നിൽ നിന്ന് എതിരാളികളുടെ മുന്നേറ്റങ്ങളെ മുളയിൽ നുള്ളിക്കളയുക എന്നതാണ് സുബിമെൻഡിയുടെ പ്രധാന ജോലി. പന്ത് വീണ്ടെടുക്കാനും അത് കൃത്യമായി ആക്രമണ നിരയിലേക്ക് കൈമാറാനും സുബിമെൻഡിക്ക് പ്രത്യേക മികവാണ്. ഇതാണ് സ്പെയിനിന് പ്രതിരോധത്തിലും ആക്രമണത്തിലും ഒരേപോലെ സ്ഥിരത നൽകുന്നത്. സ്പാനിഷ് മധ്യനിരക്ക് കൂടുതൽ കരുത്തു പകരുന്നത് ഫാബിയൻ റൂയിസിന്റെ സാന്നിധ്യമാണ്. പ്രതിരോധത്തിലും ആക്രമണത്തിലും ഒരേപോലെ ഓടിയെത്താൻ കഴിയുന്ന ഒരു ബോക്സ് ടു ബോക്സ് മിഡ്ഫീൽഡറാണ് ഫാബിയൻ റൂയിസ്. എയർ ബോളുകൾ പിടിച്ചെടുക്കാനും ശാരീരിക ക്ഷമത കൊണ്ട് മധ്യനിരയിൽ ആധിപത്യം സ്ഥാപിക്കാനും റൂയിസിന് സാധിക്കുന്നു. ഇത് സ്പെയിനിന് കൂടുതൽ കരുത്ത് നൽകുകയാണ്. സ്പാനിഷ് മധ്യനിര അപകടകാരിയാകുന്നത് അവരുടെ പന്തടക്കം കൊണ്ടാണ്. കളിയിൽ ഏറ്റവും കൂടുതൽ സമയം പന്ത് കൈവശം വെക്കുന്നത് വഴി എതിരാളികൾക്ക് ഗോളടിക്കാനുള്ള അവസരങ്ങൾ ഇല്ലാതെയാക്കുന്നു. പന്ത് നഷ്ടപ്പെട്ടാൽ ഉടനെ തന്നെ അത് തിരികെ പിടിക്കാനുള്ള തന്ത്രപരമായ അച്ചടക്കവും അവരെ കൂടുതൽ മാരകമാക്കുന്നു എന്നതാണ് ഫുട്ബോൾ പ്രേമികളുടെ വിലയിരുത്തൽ. നിലവിൽ ഏറ്റവും ഡൈനാമിക് ആൻഡ് ക്രിയേറ്റീവ് മധ്യനിരയാണ് പോർച്ചുഗലിനുള്ളത്. അതുകൊണ്ടാണ് രണ്ടാമത് അവരെ ഞാൻ തിരഞ്ഞെടുത്തത്. വിരസമായ പാസുകൾക്ക് പകരം എപ്പോഴും ആക്രമണപരമായ ഫുട്ബോൾ കളിക്കാനാണ് പോർച്ചുഗൽ മിഡ്ഫീൽഡ് ഇഷ്ടപ്പെടുന്നത്. ഏതു നിമിഷത്തിലും കളി തിരികെ പിടിക്കാൻ കെൽപ്പുള്ള പ്രതിഭകൾ ഇന്ന് അവരുടെ ആ മിഡ്ഫീൽഡ് നിരയിലുണ്ട്. മാഞ്ചസ്റ്റർ യുണൈറ്റഡ് നായകനായ ബ്രൂണോ ഫെർണാണ്ടസ് ആണ് പോർച്ചുഗലിലെ പ്രധാന മിഡ്ഫീൽഡർ. മൈതാനത്തിന്റെ മധ്യഭാഗത്തു നിന്നും ലോങ് റേഞ്ച് ഗോളുകളിലൂടെയും ത്രൂ പാസിലൂടെയും നിരന്തരം ഗോളവസരങ്ങൾ സൃഷ്ടിക്കാൻ ബ്രൂണോക്ക് സാധിക്കുന്നു. ലോങ് റേഞ്ചർ ഉതിർത്ത് വര തുളക്കാനുള്ള അദ്ദേഹത്തിന്റെ കരുത്ത് എതിരാളികൾക്കെന്നും ഭീഷണിയാണ്. PSG താരമായ വിറ്റീഞ്ഞ പോർച്ചുഗലിന്റെ മധ്യനിരക്ക് അതിവേഗ ചടുലത നൽകുന്ന താരമാണ്. പന്തുമായി അതിവേഗം മുന്നോട്ട് കുതിക്കാനും ചെറിയിടങ്ങളിൽ പോലും പന്ത് കൈമാറാനും കളിയുടെ വേഗത കൂട്ടാനും പോർച്ചുഗൽ പ്രധാനമായും ആശ്രയിക്കുന്നത് വിറ്റീഞ്ഞയാണ്. യുവതാരം ജാവോ നെവസിന്റെ സാന്നിധ്യം പോർച്ചുഗലിന് പുതിയൊരു ഊർജമാണ് നൽകുന്നത്. പ്രായത്തിൽ ചെറുതാണെങ്കിലും വളരെ സീനിയോറിറ്റി ടാക്ടിക്കൽ ബോധത്തോടെയാണ് നെവസ് കളിക്കുന്നത്. മധ്യനിരയിലെ തടസ്സങ്ങളെ ഇല്ലാതാക്കാനും പന്തെപ്പോഴും ചലിപ്പിക്കുന്നതിലും നെവസ് വളരെ മിടുക്കനാണ്. എതിർ ടീമിന്റെ പ്രതിരോധ നിരക്ക് ചിന്തിക്കാൻ പോലും സമയം നൽകാത്തക്ക വിധം വേഗത്തിലാണ് പോർച്ചുഗൽ ആക്രമണം അയച്ചുവിടുന്നത്. മധ്യനിരയിലെ മൂവരും ഗോളടിക്കാനും ഗോളടിപ്പിക്കാനും കെൽപ്പുള്ള താരങ്ങളാണ്. ഈ അപ്രവചനീയതയാണ് പോർച്ചുഗലിനെ ഏറ്റവും മികച്ച അപകടകാരികളാക്കിയ ഒരു ടീമാക്കി മാറ്റുന്നത്. മൂന്നാമതായി തോമസ് തുഷേൽ തന്ത്രമോതുന്ന ഇംഗ്ലണ്ടിന്റെ മധ്യനിരയാണ്. അസാധാരണമായ കളിമികവും ഫിസിക്കൽ പ്രൊഫൈലുമുള്ള ഒരു പവർ ഹൗസ് മധ്യനിരയാണ് തോമസ് തുഷേൽ സജ്ജമാക്കിയിരിക്കുന്നത്. ഒരു കിതപ്പുമില്ലാതെ 90 മിനിറ്റും ഓടി നടന്ന് കളി മെനയുന്നതിൽ ഇംഗ്ലീഷ് പട അപകടകാരികളാണ്. ഇംഗ്ലണ്ടിന്റെ പ്രധാന കരുത്ത് റയൽ മാഡ്രിഡ് താരം ജൂഡ് ബെല്ലിംഗമാണ്. പ്രതിരോധത്തിൽ നിന്ന് പന്തുമായി കുതിച്ച് എതിർ കൂട്ടുകളെ ഭേദിച്ച് ഗോളവസരം ഒരുക്കുന്നതിലും
ഗോളടിക്കുന്നതിലും ജൂഡ് ബെല്ലിംഗാമിന്റെ മികവ് ഞാൻ എടുത്തു പറയേണ്ടതില്ലല്ലോ. അതിനാൽ തന്നെ എതിർ ടീമുകൾക്കത് തലവേദനയാണ്. ഫിസിക്കൽ ഡോമിനൻസും അറ്റാക്കിംഗ് ഡ്രൈവിംഗും അടങ്ങിയ ബെല്ലിംഗാമിന്റെ കളിശൈലിയെ പൂട്ടുക എന്നത് ഏതൊരു പ്രതിരോധ നിരക്കും കടുപ്പേറിയ കാര്യം തന്നെയാണ്. ആർസണലിന്റെ മധ്യനിരയിലെ കരുത്തനായ ഡെക്ലാൻ റൈസ് ആണ് ഇംഗ്ലണ്ടിന്റെ നെടുന്തൂൺ. എതിരാളികളുടെ കൗണ്ടർ അറ്റാക്കുകളെ മധ്യനിരയിൽ വെച്ച് തന്നെ മുറിച്ചു മാറ്റുന്നതിൽ റൈസ് അപകടകാരിയാണെന്ന് തെളിയിച്ചതാണ്. പന്ത് പിടിച്ചെടുക്കുന്നതിലും അത് കൃത്യമായി സഹതാരങ്ങൾക്ക് നൽകുന്നതിലും റൈസിന്റെ പങ്ക് ഇംഗ്ലണ്ടിന് വലിയ ആശ്വാസമാണ്. കൂടെ നോട്ടിംഗം താരം എല്ലിയോട്ടും കൂടെ ചേരുമ്പോൾ ഇംഗ്ലീഷ് പടയുടെ മധ്യനിര സജ്ജമാണ്. നാലാമത് ദശാംസിന്റെ ഫ്രഞ്ച് പടയാണ്. തന്ത്രങ്ങളുടെയും കരുത്തിന്റെയും ഭയാനകരമായ സംയോജനമാണ് ഈ പട. ഫ്രാൻസിന്റെ മധ്യനിര എതിരാളികൾക്ക് തന്ത്രപരമായ കളിമികവിനപ്പുറം ഒരു ദുസ്വപ്നമാണ്. മത്സരം പ്രതിരോധിക്കാനും ആക്രമണത്തിലേക്ക് മാറ്റാനും ഫ്രഞ്ച് മിഡ്ഫീൽഡിന് മിനിറ്റുകൾ മാത്രം മതിയെന്നാണ് ഏറ്റവും വലിയ പ്രത്യേകത. ഫ്രാൻസിന്റെ മധ്യനിരയിൽ മനു കോനെ, ഔറേലിയൻ ചൗമേനി, റയാൻ ചെർക്കി എന്നിവർ ഒരുമിച്ച് അണിനിരക്കുമ്പോൾ അത് പ്രതിരോധവും ആക്രമണവും ഒരേപോലെ സമന്വയിക്കുന്ന ഒരു സമ്പൂർണ്ണ കോംബോയായി മാറുകയാണ്. ഈ കോംബോയിൽ ഒരു ബോക്സ് ടു ബോക്സ് മിഡ്ഫീൽഡറുടെ റോളിലാണ് മനു കോനെ തിളങ്ങുന്നത്. ശാരീരിക കരുത്തും പന്തുമായി മുന്നോട്ട് കുതിക്കാനുള്ള വേഗതയും കോനയുടെ പ്രധാന ആയുധമാണ്. പ്രതിരോധത്തിൽ നിന്ന് പന്ത് പിടിച്ചെടുത്ത് വളരെ വേഗത്തിൽ അത് ആക്രമണ നിരയിലേക്ക് എത്തിക്കാനും എതിർ ബോക്സിലേക്ക് നേരിട്ട് ഓടിക്കയറി ഗോളവസരങ്ങൾ സൃഷ്ടിക്കാനും കോനയുടെ സാന്നിധ്യം ഫ്രാൻസിന് വലിയ ഊർജം നൽകും. ഫ്രാൻസിന്റെ മധ്യനിരയിൽ മനു കോനെ, ചൗമേനി, റയാൻ ചെർക്കി എന്നിവർ ഒരുമിച്ച് അണിനിരക്കുമ്പോൾ അത് പ്രതിരോധവും ആക്രമണവും ഒരേപോലെ സമന്വയിക്കുന്ന ഒരു സമ്പൂർണ്ണ കോംബോയായി മാറും. റയൽ മാഡ്രിഡ് താരം ചൗമേനി ഈ മധ്യനിരയുടെ പ്രധാന നട്ടെല്ലാണ്. കളിയുടെ വേഗത നിയന്ത്രിക്കാനും എതിരാളികളുടെ മുന്നേറ്റങ്ങളെ മുൻകൂട്ടി കണ്ടു തകർക്കാനും പ്രതിരോധ കോട്ടയ്ക്ക് തൊട്ടു മുന്നിൽ ഒരു കവചമായി നിൽക്കാനും ചൗമേനിക്ക് പ്രത്യേക മികവുണ്ട്. പന്ത് കയ്യിലാക്കിയ ശേഷം കൃത്യതയാർന്ന പാസുകളിലൂടെ കളി നിയന്ത്രിക്കാൻ കെൽപ്പുള്ള താരം കൂടിയാണ് ചൗമേനി. ഈ കോംബോയിൽ ഒരു ബോക്സ് ടു ബോക്സ് റോളിലാണ് മനു കോനെ തിളങ്ങുന്നത്. മധ്യനിരക്ക് ആവശ്യമായ ക്രിയേറ്റീവ് മാന്ത്രികത നൽകുന്നത് റയാൻ ചെർക്കിയാണ്. ചൗമേനിയും കോനയും ചേർന്ന് നൽകുന്ന പന്തുകൾ സ്വീകരിച്ച് എതിർ ഡിഫൻസിനെ കബളിപ്പിക്കാൻ ചെർക്കിയുടെ ഡ്രിബ്ലിംഗ് കളിശൈലിക്ക് സാധിക്കുമെന്നുറപ്പാണ്. വളരെ ഇടുങ്ങിയ ചെറിയ ഇടങ്ങളിൽ പോലും കൃത്യമായ പാസുകൾ നൽകാനും കിലിയൻ എംബാപ്പെ ഉൾപ്പെടെയുള്ള മുന്നേറ്റ നിരയിലെ സ്ട്രൈക്കർമാർക്ക് കൃത്യമായ ചാൻസുകൾ ഒരുക്കാനും ചെർക്കിക്ക് സാധിക്കുമെന്നത് ഫ്രാൻസിന്റെ പ്രതീക്ഷയാണ്. ചൗമേനിയുടെ പ്രതിരോധ കരുത്തും കോനയുടെ അതിവേഗ മുന്നേറ്റങ്ങളും ചെർക്കിയുടെ ചടുലതയും ചേരുമ്പോൾ ഫ്രാൻസിന് ലോകകപ്പിലെ ഏറ്റവും സന്തുലിതവും അപകടകരവുമായ ഒരു മധ്യനിര പ്രാവർത്തികമാക്കാൻ കഴിയുമെന്നാണ് ഉറപ്പ്. 5ാം സ്ഥാനത്ത് നിലവിലെ ചാമ്പ്യന്മാരായ അർജന്റീനയാണ്. എൻജി റൂം എന്ന് വിളിക്കുന്ന റോഡ്രിഗോ ഡി പോൾ മൈതാനത്തിന്റെ എല്ലാ മുക്കുമൂലയിലും ഓടിയെത്തി പന്ത് പിടിച്ചെടുത്തും സഹതാരങ്ങൾക്ക് കാവലായും കളിക്കുമ്പോൾ എൻസോ ഫെർണാണ്ടസും മാക്കാലിസ്റ്ററും കൂടുതൽ സ്വതന്ത്രത്തോടെ മികവ് പുലർത്താൻ വഴി തുറക്കുന്നു. എൻസോ തന്റെ കൃത്യതയാർന്ന ലോങ് പാസുകളിലൂടെയും വിഷനുകളിലൂടെയും കളി നിയന്ത്രിക്കുമ്പോൾ മാക്കാലിസ്റ്റർ പന്തിന്മേലുള്ള നിയന്ത്രണം ചെറിയ പാസുകളും വഴി എതിരാളികളുടെ പ്രതിരോധം പൊളിക്കാൻ അവസരമൊരുക്കുന്നു. വേണ്ടി വന്നാൽ വെടിയുണ്ട പായിക്കാനും അവൻ തയ്യാറാണ്. കളിക്കളത്തിൽ ഇവർ കാഴ്ചവെക്കുന്ന പരസ്പര ധാരണയും ഒത്തൊരുമയുമാണ് മധ്യനിരയുടെ ഏറ്റവും വലിയ ആകർഷണം. ഒരാൾ ആക്രമിക്കാൻ മുന്നോട്ട് കയറുമ്പോൾ മറ്റൊരാൾ ആ സ്ഥാനം കൃത്യമായി നികത്തി പ്രതിരോധം കാക്കുകയാണ്. കളിയിലെ വേഗത കൂട്ടാനും അതുപോലെ തന്നെ കുറക്കാനും തീരുമാനിക്കുന്ന തന്ത്രപരമായ ബുദ്ധി മാക്കാലിസ്റ്ററും എൻസോയും പ്രകടിപ്പിക്കുമ്പോൾ ടാക്ലിങ്ങുകൾ കൊണ്ടും എതിരാളികളെ ഡീപോൾ തളർത്തുന്ന താരമാണ്. മൈതാനത്ത് വെറും ഒരു കളിക്കാരൻ എന്നതിലുപരി ഒരു തന്ത്രജ്ഞന്റെ വിവിധ ഭാഗങ്ങൾ പോലെ കൃത്യതയോടെയാണ് അർജന്റീനയുടെ മധ്യനിര ചലിക്കുന്നത്. ടീമുകളുടെ മിഡ്ഫീൽഡർമാർ വെറും ഒരു കൈമാറ്റക്കാരല്ല, മറിച്ച് കളിയിലെ ഫലം നിശ്ചയിക്കുന്നവരാണ്. ഒരു ചെറിയ പിഴവ് പോലും ഗോളാക്കി മാറ്റാൻ കെൽപ്പുള്ള ലോകോത്തര സ്ട്രൈക്കർമാർ ഈ 5 ടീമുകളിലുമുണ്ട്. അവർക്ക് കൃത്യമായ സമയത്ത് കൃത്യമായ പന്തുകൾ എത്തിച്ചു നൽകുന്നത് ഈ മധ്യനിരകളാണ്. ഇതിന്റെ മറുവശവും എന്തെന്നാൽ മിഡ്ഫീൽഡിന്റെ ചെറിയൊരു പാളിച്ച പോലും വലിയ പരാജയത്തിന് കാരണമാകുന്നതാണ്.